ഭദ്രകാളികാവിൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയ പാറശ്ശേരി 50 ഏക്കറിൽ വനം വകുപ്പ് പരിശോധന നടത്തും. അതേസമയം മേഖലയിൽ സ്ഥാപിച്ച 50 ക്യാമറകളിൽ ഇന്നും കടുവയുടെ ദൃശ്യമില്ല. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ക്യാമറകളിൽ കടുവയുടെ ദൃശ്യമില്ല, പക്ഷേ ഈ കാൽപ്പാടുകൾ കണ്ടെത്തിയത് ദൌത്യസംഘത്തെ സഹായിക്കുമോ ഏതെങ്കിലും തരത്തിൽ? CV അനുമോദ് കേൾക്കുന്നുണ്ടോ? കാൽപ്പാടുകൾ കണ്ടെത്തിയത് ഈ നേരത്തെ ക്യാമറ വെച്ച് കേൾക്കാം. കാൽപ്പാടുകൾ കണ്ടെത്തിയത് ഈ ഒരു ക്യാമറ സ്ഥാപിച്ച മേഖലയില്ല, മലയുടെ മറുവശത്ത്, അതായത് ജനവാസ മേഖലയിലെ ചില മേഖലകളിലാണ്, ചില പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഈ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നേരത്തെ ഈ സംഭവം ഉണ്ടായ ഗഫൂറിനെ കൊന്ന ആ ഒരു മേഖലയുടെ മറുവശമുണ്ട്, കരുവാരുകുണ്ട് മേഖല, അതായത് മഞ്ഞൾപ്പാറ എന്ന പ്രദേശത്തോട് ചേർന്നുള്ള ഭാഗമാണിത്, മലയുടെ തന്നെ മറ്റൊരു വശം. ആ ഭാഗത്താണിപ്പോൾ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി ഇതുവഴി കടുവ കടന്നു പോയിട്ടുണ്ട് എന്നാണ് ആ കാൽപ്പാടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതേ കടുവയുടേതാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതായത് കടുവ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മേഖലയിൽ ഒന്നാകെ എന്ന് ഉറപ്പിക്കുവാൻ ഈ ഒരു കാൽപ്പാടുകൾ സ്ഥിരീകരിക്കുന്നതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു നേരത്തെ നമ്മൾ നേരിടുന്നൊരു വെല്ലുവിളി ഇതിൻ്റെ സഞ്ചാരപഥം സ്ഥിരീകരിക്കലായിരുന്നു. പക്ഷേ ആ ക്യാമറ വെച്ച മേഖലയിലൊന്നുമല്ല കടുവ സഞ്ചരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഒരു പക്ഷേ അതുവഴി നേരെ മലകളിലൂടെ സൈലന്റ് വാലി മേഖലയിലേക്ക് കടന്നു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതായത് കടുവയുടെ സഞ്ചാരപഥം വ്യത്യസ്തമാണ്, അത് വളരെ വിശാലമായി കിടക്കുന്ന വനമേഖലകളിലൂടെയാണ് എന്നുള്ളതാണ് ഇതിൽ വലിയ ഒരു പ്രതിസന്ധി തീർക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരു ഭൂഘടന മിഷന് വലിയ വെല്ലുവിളിയാകുന്നുവെന്ന് ദൗത്യസംഘം അഭിപ്രായപ്പെട്ടിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാണെങ്കിലും കടുവയുടേതെന്ന് ഈ കാൽപ്പാടുകൾ സ്ഥിരീകരിച്ചതോടെ ആ ഒരു മേഖല കൂടി കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുവാനാണ് ഇപ്പോൾ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ആര്യ, തീർച്ചയായും CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്.